അടിമാലി, വെള്ളത്തുവൽ, മുരിക്കാശ്ശേരി മേഖലകളിൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷണം തുടർച്ചയായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വാഹനം CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തുകയും വാഹനം കണ്ണൂർ സ്വദേശിയുടേതാണെന്നും അയാൾ ഈ വാഹനം മറ്റൊരാൾക്ക് കൊടുത്തതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. മുതുവാങ്കുടി സ്വദേശിയും ഇപ്പോൾ പെരുമ്പാവൂരിൽ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന പറക്കാട്ട് വീട്ടിൽ അനീസാണ് പ്രതി. ബാറ്ററി മോഷ്ടിച്ച് നേരം വെളുക്കുന്നതോടെ പ്രദേശത്ത് നിന്നും കടന്നു കളയുന്നതാണ് പ്രതിയുടെ രീതി. അടിമാലി, വെള്ളത്തുവൽ, മുരിക്കാശ്ശേരി മേഖലകളിൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷണം തുടർക്കഥയായിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷൻ തലത്തിലും കൂടാതെ ഇടുക്കി DYSP ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലും അടിമാലി, വെള്ളത്തുവൽ, മുരിക്കാശ്ശേരി തുടങ്ങിയ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ചേർത്ത് മോഷണ കേസുകൾ അന്വേഷിക്കുന്നതിനൊരു സ്ക്വാഡ് രൂപീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വാഹനം CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തുകയും എന്നാൽ വാഹനം കണ്ണൂർ സ്വദേശിയുടേതാണെന്നും അയാൾ ഈ വാഹനം മറ്റൊരാൾക്ക് കൊടുത്തതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ ഈ വാഹനം പോലീസ് ക്യാമറയിൽ പതിയുകയും പ്രതിയുടെ സഞ്ചാരപാത പിന്തുടർന്ന് മോഷ്ടാവ് വാഹനത്തിൽ മോഷ്ടിക്കുവാൻ വരുന്നതായിട്ട് പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കുകയും അടിമാലിയിൽ വെച്ച് പിടികൂടുകയുമായിരുന്നു. മുതുവാങ്കുടി സ്വദേശിയും ഇപ്പോൾ പെരുമ്പാവൂരിൽ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന പറക്കാട്ട് വീട്ടിൽ ഷെരീഫിന്റെ മകൻ 25 വയസ്സുള്ള അനീസാണ് പ്രതി. രാത്രികാലങ്ങളിൽ വാഹനത്തിൽ വന്ന് വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിച്ച് നേരം വെളുക്കുന്നതോടുകൂടി പ്രദേശത്തു നിന്നും കടന്നുകളയുന്ന രീതിയാണ് പ്രതിയുടേത്. മോഷ്ടിച്ച ബാറ്ററികൾ ജില്ലയ്ക്ക് പുറത്തേക്ക് കടത്തുകയും ബാറ്ററി വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കുറ്റം സമ്മതിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ അടിമാലി SHO പ്രിൻസ് ജോസഫ്, പ്രിൻസിപ്പൽ SI ജിബിൻ തോമസ്, SI സന്തോഷ് CR, സീനിയർ പോലീസ് ഓഫീസർമാരായ മനു മോഹൻ, KR അനീഷ്, സുമേഷ് KA, ശ്രീജിത്ത് ശ്രീകുമാർ, പോലീസ് ഓഫീസർ മാത്യു സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.